Good morning. Good morning. Good morning, Good ma'am. morning, ma'am. Good morning, Good ma'am. morning, Good ma'am. morning, Good Good morning, morning, ma'am. all. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Okay. Prayer start കേട്ടോ. Good morning, ma'am. Good morning, all. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും നല്ല വാണിയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായി എൻ പിഞ്ചു കയ്യിലും നന്മയായി നീ നിറഞ്ഞിരിക്കണമേ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ എന്റെ പാദം ഇടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. Good morning, ma'am. Quote of the day. If you judge a pupil, you have no time to love them. Mother Teresa. Thank you, ma'am. Signing. മാം ഇപ്പൊ സൈൻ ഇൻ നടത്താറില്ല ആരും. സമയക്കുറവല്ലേ, അപ്പൊ ഇനി എന്തെങ്കിലും വിഷയം എടുത്തിട്ടാ പിന്നെ അതിനെപ്പറ്റി അങ്ങ് പറഞ്ഞു പോകുന്ന കാരണം ആരും പറയാറില്ല ഇപ്പൊ. ഓക്കെ. നമുക്ക് ഇങ്ങനെ പോർഷനിലേക്ക് വരാം. ഹൈറാർക്കി ഓഫ് നീഡ്സ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നോ ലാസ്റ്റ് ക്ലാസ്സിൽ? പറഞ്ഞാണോ നിങ്ങളോട് അത് ഒരു പിക്ചർ കാണിച്ചത് എക്സ്പ്ലെയിൻ വരയ്ക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കളറിങ് പറഞ്ഞിട്ട് ആ ഒരു പിക്ചർ എടുത്തിട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോ നമ്മൾ ഇനി മൂവ് ആകുന്ന ടോപ്പിക്ക് ഞാൻ വേഗം എടുക്കാൻ നോക്കാം കേട്ടോ. കാരണം ഈ ആഴ്ചയോടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യണമല്ലോ. അതുകൊണ്ടാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ലാസ്റ്റ് ആവുമ്പോൾ ചോദിക്കാം കേട്ടോ. The concept of need, the closely connected with the concept of derive is the concept of need. നമ്മൾ ക്ലോസ്ലി നമ്മുടെ ആഗ്രഹങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നമ്മുടെ ഡിറൈവ്സിനെയാണ് നമ്മൾ നമ്മുടെ നീഡ്സ് ആയിട്ട് കൺസെപ്റ്റ് ഓഫ് നീഡ്സ് നമ്മൾ ആവശ്യമായിട്ട് പറയുന്നത്. സിവിയർ എക്സ്പീരിമെന്റ്സ് ഓഫ് animals has demonstrated that needs are connected with motivation. നമ്മുടെ നീഡ്സും മോട്ടിവേഷനും ആയിട്ട് എന്തുണ്ട്, കണക്ഷൻ ഉണ്ട്. അതേപോലെ ഹ്യൂമൻ ബീങ്സിന്റെ നീഡ്സ് are biological as well as psychological satisfaction ആണ്. നമ്മൾ ബയോളജിക്കൽ ആയിട്ടായാലും അതേപോലെ തന്നെ നമ്മൾ സൈക്കോളജിക്കൽ സാറ്റിസ്ഫാക്ഷൻ നമ്മുടെ നീഡ് ആണെന്ന് പറയാം. ഇനി ഹെൻറി നമ്മൾ നീഡ്സ് രണ്ടുപേര്
ഇവിടെ നമ്മൾ ഫസ്റ്റ് രണ്ട് വ്യക്തികളുടെ നീഡ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നത്. ഒന്ന് എബ്രഹാം മാസ്ലോ ആണ്, നെക്സ്റ്റ് ഹെൻറി മുറെ ആണ്. ഹെൻറി മുറെ ഇൻവോൾവ്ഡ് നീഡ് തിയറി, അദ്ദേഹം ഒരു നീഡ് തിയറി ഡിറൈവ് ചെയ്തിട്ടുണ്ട്. He suggested as a long list which includes such needs as, നമ്മൾ ഹെൻറി മുറെ ഒരു ലോങ് ലിസ്റ്റ് തന്നെ, നീഡ്സുകളുടെ ലോങ് ലിസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. അച്ചീവ്മെന്റ്സ് ആണ് പറയുന്നത്, നേട്ടങ്ങൾ, ഓരോ ആഗ്രഹങ്ങൾ നേടിയെടുക്കാം. അക്വിസിഷൻ, ഏറ്റെടുക്കല്, അക്വയർ ചെയ്യുക. അഫ്ലിഗേഷൻ, അംഗീകാരം നേടുക. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു നീഡാണിത് അഫ്ലിഗേഷൻ എന്നുള്ളത്. നമ്മുടെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ നമ്മൾ അംഗീകരിക്കുക, നമ്മൾ ടീച്ചറായിട്ട് മറ്റുള്ളവർ അംഗീകരിക്കുന്നു, ഒരു അഫ്ലിഗേഷൻ കിട്ടാണ്. അഗ്രിഷൻ, ആക്രമണം. ഓട്ടോണമി, സ്വയം ഭരണം, നമ്മുടെ കൺട്രോളാണ്. അത് ചില ആൾക്കാർക്ക് ഉണ്ട് കേട്ടോ, എല്ലാവർക്കും ഉണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷെ ചില ആൾക്കാർക്ക് ഓട്ടോണമി ഉണ്ട്. ഞാൻ പറയുന്നത് ബാക്കി എല്ലാവരും കേൾക്കണം എന്നുള്ളൊരു ഇതുണ്ട്. കൺസ്ട്രക്ഷൻ എന്ന് വെച്ചാൽ നിർമ്മാണം, ഒരു കാര്യങ്ങൾ നിർമ്മിക്കുക. ഡിഫൻസ്, പ്രതിരോധം. ഡൊമിനൻസ്, ആധിപത്യം. എക്സിബിഷൻ, പ്രദർശനം. സുപ്പീരിയാരിറ്റി, ശ്രേഷ്ഠത, അവരെക്കാളും കുറച്ചുകൂടി ഉയർന്നത് ഞാനാണ് എന്നുള്ളതൊക്കെ. പിന്നെ സെക്സ്, ഇതെല്ലാമാണ് ഹെൻറി മുറെ ഒരു ലോങ് ലിസ്റ്റ്, ഒരു നീഡ്സിന്റെ ലോങ് ലിസ്റ്റ് തന്നെ പറയുന്നത്. നോക്കാം. ഇൻ ഹിസ് ഒപ്പീനിയൻ, മുറെ, the need is hypothetical force that perform the duty for the organism, precision, intelligence and action of the individuals. ഹെൻറി മുറെ അഭിപ്രായപ്പെടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പോത്തിക്കൽ ഫോഴ്സ് ആണ്, സാങ്കല്പികമായിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് എന്ത് നീഡ്സ് എന്ന് പറയുന്നത്. അത് നമ്മളുടെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യുന്ന നമ്മുടെ ധാരണകൾ, നമ്മുടെ ഇന്റലിജൻസ്, നമ്മുടെ ഓരോ വ്യക്തിയുടെ ആക്ഷൻസ് എല്ലാം ആ വ്യക്തിയുടെ നീഡായിട്ട് ക്ലോസ്ലി കണക്റ്റഡ് ആണ് എന്നാ പറയുന്നത്. ആര്? ഹെൻറി മുറെ പറയുന്നത്. Unsatisfied need would across the person to work that would be sustained until satisfaction has been gained. നമുക്കൊരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് ഉണ്ട്, നമുക്ക് ആ ഒരു ആഗ്രഹം സാധിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ആ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ പ്രയത്നിക്കും. ഓക്കെ, ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറയാം. ആദ്യം നിങ്ങൾ പിൻ ടവർ ക്രിയേറ്റ് ചെയ്തു, സോ പിൻ ടവർ നിങ്ങൾക്ക് ശരിയായില്ല, സോ നിങ്ങൾ വീണ്ടും വേറെ നല്ല രീതിയിലുള്ള പിൻ ടവർ ക്രിയേറ്റ് ചെയ്തു. അല്ലെങ്കിൽ ഇപ്പൊ കുട്ടികളുടെ കാര്യമാണെന്ന് വിചാരിക്കും, പിൻ ടവർ ഓർഡറിൽ വെച്ചു, മുകളിലേക്ക് കറക്റ്റ് ആയിട്ട് വെച്ചു, മേ ബി അത് താഴത്തേക്ക് വീണ് പോയി. അപ്പൊ അവരുടെ ആ ഒരു കറക്റ്റ് ആയിട്ട് വെക്കണം എന്നുള്ള ആഗ്രഹം നിലത്ത് വീണ് വീണ്ടും അതവിടെ വീണ്ടും അവർ ചെയ്യും. നമ്മളൊരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് ഉണ്ടെങ്കിൽ നമ്മൾ ത്രൂ വർക്കിലൂടെ അത് എന്ത് ചെയ്യാൻ നോക്കും, നമ്മൾ സാറ്റിസ്ഫൈഡ് ആക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ അതിന് വേണ്ടിയിട്ട് മാക്സിമം എഫേർട്ട് എടുക്കും. നമുക്കിപ്പോ എന്താണ് ഒരു അച്ചീവ്മെന്റ്, ഈ കാര്യം നേടിയെടുക്കാൻ പറ്റില്ല. ഒരു എക്സാം ആണെന്ന് വിചാരിക്കും, PSCയുടെ ഒരു എക്സാമ്പിൾ പറയാം. ഒരു PSC എക്സാമിന് വേണ്ടി നമ്മൾ റെഡി ആയി, പക്ഷെ നമുക്ക് ആ എക്സാം നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. സോ അങ്ങനെ പാഷനേറ്റ് ആയിട്ട് ആ ജോബിനോട് പാഷനേറ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്യും, വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് എന്ത് ചെയ്യും, ആ ഒരു ആക്ടിവിറ്റി വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെയ്യും. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ ടീച്ചേഴ്സിൽ കുറെ പേര് എന്താണ് PSC ഒരു 4-5 വർഷമൊക്കെ ആയിട്ട് സ്ഥിരമായിട്ട് ട്രൈ ചെയ്തിട്ട് കിട്ടാതെ വന്നിട്ട് ടീച്ചിങ്ങിലേക്ക് വന്നതാണ്. ഗവൺമെന്റ് ടീച്ചിങ് തന്നെ ഓപ്റ്റ് ചെയ്തിട്ട് പക്ഷെ കിട്ടാതെ ആയപ്പോ എന്താണ് ആ ടൈമും ആ പീരീഡും ഒക്കെ കഴിഞ്ഞപ്പോ എന്താ പറയാ അൺസാറ്റിസ്ഫൈഡ് ആയിട്ട് എന്താ പറയാ ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് മാറിയതാണ്. അപ്പൊ നമ്മൾ ഒരു ആഗ്രഹം സാധിക്കാൻ വേണ്ടി നമ്മൾ സാധിച്ചില്ലെങ്കിൽ നമ്മളത് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും, ആ നീഡിന് വേണ്ടി പ്രയത്നിക്കും. അത് ആഗ്രഹം സാധിച്ചെടുക്കുന്നത് വരെ നമ്മൾ അവിടെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഫുൾ നമ്മുടെ എഫേർട്ടും എനർജിയും ടൈമും ഒക്കെ അതിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യും എന്നാണ് ഹെൻറി മുറെ പറയുന്നത്. ഇനി നമ്മൾ നോക്കാം നമ്മുടെ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാർക്കി ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാർക്കി പറഞ്ഞു. എത്ര നീഡ്സ് ആണ് നമ്മൾ പറഞ്ഞത്? എത്ര നീഡ്സ് ആണ് നീഡ് ഓഫ് ഹൈറാർക്കിയിലുള്ളത്? 5. 5 നീഡ്സ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ 5 നീഡ്സും നമുക്ക് നോക്കി. 5 നീഡ്സിന് അദ്ദേഹം 2 സെറ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഡെഫിസിറ്റ് നീഡെന്നും അതേപോലെ തന്നെ ഗ്രോത്ത് നീഡെന്നും. പോരായ്മ അല്ലെങ്കിൽ ഡെഫിസിറ്റ് നീഡ് അല്ലെങ്കിൽ ഗ്രോത്ത് നീഡാണ്. എബ്രഹാം മാസ്ലോ അറേഞ്ച് ദ നീഡ് ഇൻ എ ഹൈറാർക്കി. എബ്രഹാം മാസ്ലോ നീഡ്സിനെ നമുക്ക് ഹൈറാർക്കി പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. He involved his own system of need classified them into 2. രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഒന്ന് ഡെഫിസിറ്റ് നീഡും ഒരു ഗ്രോത്ത് നീഡും. എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു മൊത്തം 5 നീഡ്സ് ആണ് പറഞ്ഞു. ആ 5 നീഡ്സിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഡെഫിസിറ്റ് നീഡും ഗ്രോത്ത് നീഡും. നമ്മുടെ ഫിസിയോളജിക്കൽ നീഡും സേഫ്റ്റി നീഡും
ബിലോങ്നെസ് നീഡും എക്സ്ട്രീം നീഡും ഏത് നീഡിൽ വരുന്നതാണ്? ഡെഫിസിറ്റ് നീഡിൽ എക്സാമ്പിൾസ് ആണ്. ഗ്രോത്ത് നീഡ് എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഒറ്റൊരു നീഡേ ഉള്ളൂ, അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഗ്രോത്ത് നീഡ് എന്ന് പറയുമ്പോൾ അവിടെ ആകെ ഒറ്റൊരു നീഡേ ഉള്ളൂ, അതേതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. The deficit need consists of physiological requirements such as hunger and thirst. Deficit need first വരുന്നത് physiological requirements ആണ്, വിശപ്പ്, ദാഹം. Okay, once these needs are fulfilled, നമ്മൾ ഈ physiological needs satisfy ചെയ്ത് കഴിഞ്ഞാൽ the person tries to safety needs, നമ്മൾ എന്ത് ചെയ്യും? സേഫ്റ്റി നീഡ്സിലേക്ക് മൂവ് ആകും. then belongingness നീഡ്സിലേക്ക് മൂവ് ആകും ആൻഡ് എക്സ്ട്രീം നീഡ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഫിസിയോളജിക്കൽ നീഡ്സ് അറ്റൈൻ ചെയ്ത് കഴിഞ്ഞാൽ, ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ സേഫ്റ്റി നീഡ്സ് നോക്കും, then belongingness നീഡ്, പിന്നെയാണ് എക്സ്ട്രീം നീഡ്സിലേക്ക് പോകുന്നത്. അണ്ടർ ഗ്രോത്ത് നീഡ്, നമുക്ക് ഗ്രോത്ത് നീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ there is only one need such as self actualization need. ഗ്രോത്ത് നീഡ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആകെ ഒരു നീഡേ ഉള്ളൂ, ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഡെഫിസിറ്റ് നീഡിൽ എന്തൊക്കെയാ പറഞ്ഞത്? ഡെഫിസിറ്റ് നീഡിൽ പറഞ്ഞതാണ് ഫിസിയോളജിക്കൽ, പിന്നെന്താണ്? സേഫ്റ്റി, ബിലോങ്നെസ് ആൻഡ് എക്സ്ട്രീം നീഡ്സ് ആണെങ്കിൽ ഗ്രോത്ത് നീഡിന്റെ ഹെഡിൽ വരുന്ന ആകെ ഒറ്റൊരു നീഡേ ഉള്ളൂ, അതേതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഗ്രോത്ത് നീഡിൽ വരുന്ന അതൊരു എന്താണ് നീടുള്ളത്? ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സെപ്പറേറ്റ് ആയിട്ട് നോട്ട് ചെയ്യാം. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഓക്കെ, മാസ്ലോ എന്താ പറഞ്ഞത്? ഡെഫിസിറ്റ് നീഡും ഗ്രോത്ത് നീഡ്സും മനസ്സിലായോ? ഏതൊക്കെയാണ് ഡെഫിസിറ്റ് നീഡ്സും ഏതൊക്കെയാണ് ഗ്രോത്ത് നീഡ്സും? ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണ് ഡെഫിസിറ്റ് നീഡ്, എന്താണ് സൈക്കോളജിക്കൽ നീഡ്, സേഫ്റ്റി നീഡ്സ്, ബിലോങ്നെസ് നീഡ് ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ അതെ. ഓക്കെ, അപ്പൊ മനസ്സിലാകുന്നുണ്ടല്ലോ. ആരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ചോദിച്ചതാണ്. Maslow as a humanist believed in individual difference and degree of humanism. എന്നുവെച്ചാൽ മാസ്ലോ എന്ന് പറയുന്ന ഹ്യൂമനിസ്റ്റ് ആണ്, അദ്ദേഹം ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ കുറിച്ചിട്ടൊക്കെ കൂടുതലായിട്ട് ബിലീവ് ചെയ്യുന്നുണ്ട്. ദ ഓർഡർ ഓഫ് ദ നീഡ് ബിഗിൻ ഫ്രം ബേസിക് സർവൈവൽ ടു ഹയർ ഓർഡർ ലെവൽ. നമ്മുടെ ഫസ്റ്റ് ഇതിന്റെ ഓർഡർ സ്റ്റാർട്ട് ചെയ്യുന്നത് താഴത്തുനിന്നാണ്. ഫസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതാണ്? ഫസ്റ്റ് നീഡ് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ് കേട്ടോ. ഫസ്റ്റ് നീഡ് അത് നമ്മൾ ശ്രദ്ധിക്കണം. ഒരു മിനിറ്റ്. ഫസ്റ്റ് നീഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഫിസിയോളജിക്കൽ നീഡാണ്. നിങ്ങളത് മാറിയിട്ടേ. ഫിസിയോളജിക്കൽ നീഡിനെ ഞാൻ ഫിസിയോളജിക്കൽ നീഡാണ് ഏത്? ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. സേഫ്റ്റി സെക്കൻഡ്, ബിലോങ്നെസ് തേർഡ്, എക്സ്ട്രീം ഫോർത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ ഏറ്റവും ലാസ്റ്റ് വരുന്നതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എന്ന് വെച്ചാൽ താഴത്തു നിന്നാണ് മുകളിലേക്ക് അതിന്റെ ഓർഡർ പോകുന്നത്. ഓക്കെ, there are physiological needs, safety needs, love and belongingness needs and extreme needs and self-actualization needs. ആദ്യം തുടങ്ങുന്നത് സൈക്കോളജിക്കൽ നീഡ്സിലാണ്. സൈക്കോളജിക്കൽ നീഡ്സ് ആണ് ഫസ്റ്റ് വരുന്നത്. then മൂവ് ആകുന്നത് ഏത് നീഡിലേക്കാണ്? ഫിസിയോളജിക്കൽ അല്ലേ മാം? ഫിസിയോളജിക്കൽ അല്ലേ? സോറി, സൈക്കോളജിക്കൽ ഞാൻ വീണ്ടും പറഞ്ഞല്ലേ, സോറി. ഫിസിയോളജിക്കൽ നീഡ്, then സേഫ്റ്റി നീഡ്സ് ആൻഡ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് ആണ് തേർഡ്. ഫോർത്ത് ആണ് ഏത്? എക്സ്ട്രീം നീഡ് ആണ് ഫോർത്ത് നീഡ്, എക്സ്ട്രീം നീഡ്. ഫിഫ്ത്ത് നീഡ് ആണ് ഏത്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ഇത് എന്തിനാണ് ഇങ്ങനെ നമ്പേഴ്സ് ഇട്ട് തന്നെന്ന് നിങ്ങൾ നമ്പേഴ്സ് ഇതേപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഇടണം കേട്ടോ. ഈ നമ്പേഴ്സ് കണ്ടോ? 1 2 3 4 5. ഈ നമ്പേഴ്സ് കറക്റ്റ് ആയിട്ട് തന്നെ. കാരണം ഇത് ഇന്ന് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും, അറേഞ്ച് ദ ഓർഡർ ഓഫ് മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ ചോദിക്കാറുണ്ട്. അപ്പൊ ഫിസിയോളജിക്കൽ നീഡ് ഫസ്റ്റ്, സേഫ്റ്റി നീഡ് സെക്കൻഡ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ് തേർഡ്, എക്സ്ട്രീം നീഡ്സ് ഫോർത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് ഫിഫ്ത്ത്. നിങ്ങൾ ഇതിന്റെ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണാൻ പറ്റും. കാരണം ഞാൻ ഒരു കുറെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നോക്കി റെഫർ ചെയ്ത് കണ്ടുപിടിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. കോമൺ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താ മാസ്ലോ നീഡ് ഓഫ് ഹൈറാർക്കിയുടെ ഓർഡർ. ഈ ഓർഡറും ഈ നീഡ്സുകളും പഠിച്ചു വെക്കാം. ബൈ ചാൻസ് ഏതെങ്കിലും നീഡ് മിസ് ആണെങ്കിൽ പോലും. ഇപ്പൊ ഫോർത്ത് നീഡ് ഏതാണ്?
ഓക്കെ, എക്സ്റ്റെൻഡ് നീഡ്സ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏതാണ് നാലാമത്തെ നീഡ്, ഏതാണ് അല്ലെങ്കിൽ ഫസ്റ്റ് നീഡ് ഏതാണ്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഇത് ലാസ്റ്റ് നീഡ് ഏതാണ്. അപ്പൊ നമ്മൾ ആ രീതിയിൽ നമ്മൾ പഠിച്ചു വെക്കുന്നുണ്ട് ഏതൊക്കെയാണ് വരുന്നത്, അതിന്റെ ഓർഡർ കറക്റ്റ് ആയിട്ട് നോക്കി വെക്കണേ. ഓക്കെ, അപ്പൊ ഇത്രയും നോക്കുമ്പോ മാസ്ലോ നീഡ് ഓഫ് ഹയറാർക്കിയും കൺസെപ്റ്റ് ഓഫ് നീഡ്സ് മനസ്സിലായോ? എബ്രഹാം മാസ്ലോ. യെസ് മാം. ഓക്കെ, എബ്രഹാം മാസ്ലോയുടെ നോക്കണം, ഹെൻറി മുറയുടെ നോക്കണം. അത് മേ ബി ഇങ്ങനെയും ചോദിക്കാം. ഹെൻറി മുറയുടെ നീഡ്സ് ചെയ്യുന്ന കുറച്ച് ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ഹെൻറി മുറീസ് നീഡ് തിയറി എന്ന് ചോദിച്ചിട്ട് ചിലപ്പോൾ കൺസ്ട്രക്ഷൻ, ഓട്ടോണമി, സെൽഫ് ആക്ച്വലൈസേഷൻ, ഡൊമിനൻസ്. അപ്പൊ വിച്ച് ഫോളോയിങ് നോട്ടാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഏത് ആൻസർ എന്തെങ്കിലും വരും? സെൽഫ് ആക്ച്വലൈസേഷൻ. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത്. സോ നമുക്കത് കറക്റ്റ് ആയിട്ട് ഈ നീഡ്സിന്റെ ഭാഗത്ത് നിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടിയപ്പോഴും കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ. അപ്പൊ ഡൗട്ട് ഒന്നും തോന്നാതെ നല്ല ക്ലിയർ ആയിട്ട് തന്നെ അത് നോക്കാട്ടോ. ഓക്കെ, ഇനി സാറ്റിസ്ഫാക്ഷൻ ഓഫ് ദ ഫിസിയോളജിക്കൽ നീഡ് ഈസ് ഇന്നെവിറ്റബിൾ ഫോർ സർവൈവൽ. ഒരു വ്യക്തിയുടെ സർവൈവൽ, ഒരു കുട്ടിയുടെ ആയാലും വ്യക്തിയുടെ ആയാലും സർവൈവലിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് എന്റെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ. ഭക്ഷണം, ഫുഡ്, വാട്ടർ, എല്ലാ കാര്യങ്ങളും കിട്ടാം. When their needs are not fulfilled for a long time, നമുക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, ഒരുപാട് നാളായിട്ട് നമുക്ക് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല, വെള്ളമൊന്നും കിട്ടുന്നില്ലെങ്കിൽ the other needs will retreat to background. ബാക്കിയുള്ള നീഡ്സ് ഒക്കെ ബാക്ക്ഗ്രൗണ്ടിൽ റിട്രീറ്റ് ചെയ്യും, നിലനിൽക്കും. നമുക്ക് മെയിൻ ആയിട്ടുള്ള നീഡ് ഏതായിരിക്കും? ഫിസിയോളജിക്കൽ നീഡ് ആയിരിക്കും. Maslow makes the difference between the need deprivation and need gratification. നോക്കാട്ടോ, മാസ്ലോ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പൊ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ഒരു ബോയ്ക്കോ ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. സോ അവർ ഭക്ഷണം കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർ ഏതൊരു വർക്ക് ചെയ്യാനും അവര് ഡൊമിനന്റ് ആയിട്ട് മാറും, അല്ലെങ്കിൽ അവർ മോട്ടിവേറ്റഡ് ആവും. നിങ്ങൾ ഈ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താണ് ഭക്ഷണം തരാന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ്, 2 ദിവസമായിട്ട് ഭക്ഷണമൊന്നും കിട്ടാത്ത ഒരു കുട്ടിയോട് പറയാണ് ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളോട് പറയണം ഈ ഒരു വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുഡ് തരാം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്യും? ആ ഒരു വർക്ക് ചെയ്യും. When a boy or a girl is devoid of food, he or she will be motivated to do something to become dominant. അത് കിട്ടാൻ വേണ്ടിയിട്ട്, നേടിയെടുക്കാൻ വേണ്ടി അവർ എന്തായാലും അവർ പറയുന്ന ടാസ്ക് എന്തായാലും ചെയ്യും. As the children do not know the method how to protect themselves, നമുക്കറിയാം കുട്ടികൾക്ക് അവരെങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണം, പ്രോപ്പർലി എങ്ങനെ അവർക്ക് സ്വയമേ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയില്ല. They must properly protected. അവരെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം. അത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. പുറത്ത് നമ്മുടെ സൊസൈറ്റി നമുക്കറിയാമല്ലോ, പുറത്തുള്ളവർക്ക് ഹാർംഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആണ്. അതിൽ നിന്നൊക്കെ നമ്മുടെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? നമ്മുടെ ഓരോരുത്തർക്കാണ്. പാരന്റ്സിന് മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയിലോ ഇൻഡിവിജ്വൽ മെമ്പേഴ്സ്, നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചേഴ്സിനും ആ ഒരു ഉത്തരവാദിത്തം ഉണ്ട്. ഓക്കെ, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ് need is based on social development of an individual. ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന മറ്റു 2 നീഡുകളാണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ്. ലവ് ബേസിക്കലി സ്നേഹം പ്രകടിപ്പിച്ച് തന്നെ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യാം? ട്രീറ്റ് ചെയ്യാം. ബിലോങ്ങിങ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ഫീൽ ഓഫ് ബിലോങ്ങിങ്നെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? അവർക്ക് ആരെങ്കിലൊക്കെ ഉണ്ട്, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പാരന്റ്സ് ഉണ്ടെന്ന് പറയുന്നത് കുട്ടികളെ സംബന്ധിച്ച് ഏറ്റവും നല്ലൊരു നീഡാണ്. Children who have been devoid of love frequently develop symptom of maladjust. ഒരുപാട് നാളായിട്ട് സ്നേഹമൊന്നും കിട്ടാതെ, ഇപ്പം പാരന്റ്സ് മേ ബി സെപ്പറേറ്റഡ് ആവാം, അപ്പൊ പാരന്റ്സ് 2 പേരും പുറം രാജ്യത്ത് വർക്ക് ചെയ്യുന്നവരായിരിക്കും. അങ്ങനെയൊക്കെ വരുമ്പോൾ ഈ കുട്ടികളിൽ എന്ത് കിട്ടുന്നില്ല? ലവ് നീഡ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ സ്നേഹം കിട്ടുന്നില്ല, സ്നേഹം അവിടെ നിഷേധിക്കപ്പെടുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ കുട്ടികളിൽ സൊസൈറ്റിയായിട്ട് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവില്ല, മാൽ അഡ്ജസ്റ്റ്മെന്റ് കാണും. പെട്ടെന്ന് ഷൗട്ടിങ്, പിന്നെ അഗ്രഷൻ, അല്ലെങ്കിൽ ആ വാശി കുറുമ്പൊക്കെ ഈ കുട്ടികളിൽ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ദീസ് നീഡ് ഫോർ ലവ് ആൻഡ് അഫെക്ഷൻ എമർജ് ഡ്യൂറിങ് ഇൻഫൻസി. ഈ നീഡ് എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻഫൻസി സ്റ്റേജിൽ മുതൽ 0 to 1 year മുതൽ 2 years മുതൽ ഈ നീഡ്, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് എമർജ് ചെയ്യുന്നുണ്ട്. When affectionate relationship are established, ഈ സമയത്താണ് നമുക്ക് അഫെക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ത് ചെയ്യുന്നത്? എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. They are
they become powerful force of motivation. അവരുടെ മോട്ടിവേഷൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഫോഴ്സ് ആയിട്ട് ഈ അഫക്ഷനേറ്റ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാറും. A teacher who is warm hearted is also liked by the students. നമ്മൾ കുട്ടികളോട് നല്ല സ്നേഹത്തോടെ നല്ല അഫക്ഷനേറ്റ് ആയിട്ടുള്ള ഈ സ്നേഹത്തോട് പെരുമാറുന്ന ടീച്ചറാണെങ്കിൽ നമുക്ക് ആ ടീച്ചറുടെ ക്ലാസ് കേട്ടോണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അല്ലേ? ഓക്കെ, ബസ് നമുക്കിപ്പോ ഒരു മാത്സ് ടീച്ചർ നമ്മളോട് കുറുമ്പൊന്നും കാണിക്കില്ല, നമ്മളെ പേടിപ്പിക്കാണ്ട് അല്ലെങ്കിൽ വഴക്ക് പറയാണ്ട് അടിക്കാണ്ടൊക്കെ ക്ലാസ് എടുക്കാൻ നമുക്ക് ആ ടീച്ചറിനോട് സ്നേഹം ഉണ്ടാവില്ല, പ്രത്യേക സ്നേഹം ഉണ്ടാവും. Thus, needs emphasize on the need for identification with group life. The formation of the society is based on belongingness and love need. നമ്മുടെ സൊസൈറ്റിയുടെ ഫോർമേഷൻ അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ സോഷ്യൽ ഡെവലപ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്ന സോഷ്യൽ ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ്. ഒരു സൊസൈറ്റിയുടെ ഫോർമേഷൻ എന്ന് പറയുന്നത് ബിലോങ്ങിനെസ്സും അതേപോലെ തന്നെ ലവ് നീഡിന്റെയും ബേസിലാണ് അതിന്റെ ഫോർമേഷൻ വരുന്നത്. ദെൻ ഒരു നല്ല ടീച്ചർ ആവാനായിട്ട് മാക്സിമം വാം ഹാർട്ടഡ് ആയിട്ടുള്ള ടീച്ചർ ആവാൻ നിങ്ങൾ ഓരോരുത്തരും ശ്രമിക്കണം. ഈ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന നല്ല ടീച്ചേഴ്സ് ആവാനായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ആശംസിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഗ്രൂപ്പ് ലൈഫ്സുകൾ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. അതേപോലെ മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. മേ ബി ഇവർക്ക് ഈ ലവ് നീഡ് കിട്ടാത്ത കുട്ടികളായിരിക്കും പെട്ടെന്ന് ദേഷ്യവും വാശിയും കുറുമ്പും ഒക്കെ കാണിക്കുന്നത്. നമ്മൾ നോർമലൈസേഷൻ ഡീവിയേഷനിലേക്ക് സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മാൽ അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ എന്ത് ചെയ്യാം, അവർക്ക് എന്താണോ പ്രശ്നം എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാം. മേ ബി അവർക്ക് സ്നേഹം കിട്ടാത്തതായിട്ടുള്ള പ്രശ്നം, ചിലപ്പോൾ പാരന്റ്സ് കൂടെ ഉണ്ടാവില്ല, പാരന്റ്സ് മേ ബി വർക്കിംഗ് ആയിരിക്കാം, അപ്പൊ അവർക്ക് ആ സ്നേഹം എങ്ങനെ കിട്ടുന്നില്ല, അതാണ് അവരുടെ പ്രശ്നമെങ്കിൽ അതിനുള്ള പരിഹാരം നമ്മൾ കണ്ടെത്തണം. ഒന്നുമില്ല പാരന്റ്സിനോട് കാര്യങ്ങൾ സംസാരിക്കാം. അതേപോലെ നമ്മൾ അവരോട് ഇടപെടുമ്പോൾ കുറച്ച് വാത്സല്യത്തോട് കൂടി കുറച്ച് അഫക്ഷനേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാം, അവരോട് പെരുമാറാനായിട്ട് ശ്രമിക്കാം. ഓക്കെ ഓക്കെ ദെൻ ഇത്രയും പോർഷൻ ഒന്ന് റീഡ് ചെയ്തേ. കൺസെപ്റ്റ് ഓഫ് നീഡ്സ് മുതൽ ഞാനിപ്പോ ഡിസ്കസ് ചെയ്ത ഈ ഒരു പാരഗ്രാഫ് വരെ ഒന്ന് റീഡ് ചെയ്തേ എല്ലാവരും.
നോക്കിയോ നിങ്ങൾ റീഡ് ചെയ്ത് നോക്കിയോ? Yes, ma'am. പോർഷൻ കുഴപ്പമില്ലല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മള് എന്തൊക്കെ നീഡ്സിനെ കുറിച്ച് പറഞ്ഞു? ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞു, സേഫ്റ്റി നീഡ്സ് പറഞ്ഞു, ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ്സ് പറഞ്ഞു. ഈ പറയാത്ത എക്സ്ട്രീം നീഡ്സിനെ കുറിച്ചാണ്. നമ്മൾ എക്സ്ട്രീം നീഡ്സിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എക്സ്ട്രീം നീഡ്സിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റിഗാർഡ് ആയിട്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. റിലേഷൻ ടു സെൽഫ്, ഒരു വ്യക്തിയുടെ സെൽഫ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മളുടെ ഒരു വ്യക്തിയാണ് അത് ആഗ്രഹിക്കുന്നത്. റെപ്യൂട്ടേഷൻ, സ്റ്റാറ്റസ്, സക്സസ്, ഒരു ഫ്രെയിം വേണമെന്നൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ആണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഒരു എക്സ്ട്രീം നീഡ് എന്ന് പറഞ്ഞാൽ ഫീലിംഗ് ഓഫ് സുപ്പീരിയർ ടു അതേഴ്സ്, മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് മുതിർന്നൊരു ഫീലിംഗ് ആണ് തോന്നുന്നത്. ഈ സേഫ്റ്റി നീഡ്സ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാൻ ചാൻസ് ഉണ്ട്. മേ ബി സെൽഫ് എക്സ്ട്രീം നീഡ്സ്. ഈ സെൽഫ് എക്സ്ട്രീം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജോബിൽ ചിലപ്പോൾ റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷൻ കിട്ടുന്നതായിരിക്കും. ഓക്കെ, ഒരു എക്സാമ്പിൾ പറയാം. മൈ ബോസ് സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. മമതയുടെ കൂടെ സെയിം ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാള് ഒരു പോസ്റ്റിന് വേണ്ടിയിട്ട് മത്സരിക്കുന്നുണ്ട് അല്ലെ, കോമ്പറ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പൊ ആള് ശരിക്കും പറഞ്ഞാൽ നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷെ ആ വ്യക്തിക്ക് ആ ഒരു പോസ്റ്റ് അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസിന്റെ ഭാഗമായപ്പോ, അല്ലെങ്കിൽ ആ ഒരു മൈൻഡിലേക്ക് അങ്ങനെ ഒരു വാശി കയറിയപ്പോ ആള് ഭയങ്കരമായിട്ട് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് കാണിച്ചു. ആ ഒരു പോസ്റ്റ് എങ്ങനെയെങ്കിലും അച്ചീവ് ചെയ്യണം എന്നുള്ളൊരു ചിന്തയിലേക്ക് വന്നു ഇല്ലേ? അപ്പൊ എക്സ്ട്രീം നീഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സ്ട്രീം നീഡ്സ് അച്ചീവ് ചെയ്തില്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പോ നമ്മുടെ ഓർഗനൈസേഷന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ഇപ്പോ കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു. പക്ഷെ നമ്മള് ഓർഗനൈസേഷൻ എന്ത് ചെയ്തില്ല, എന്നെ കൺസിഡർ ചെയ്യാത്ത മറ്റൊരു ആളെയാണ് കൺസിഡർ ചെയ്തത്. ഇപ്പോ സീനിയർ ടീച്ചേഴ്സിന്റെ പോസ്റ്റിലേക്ക് വന്നു. ഞങ്ങൾ ജൂനിയർ ടീച്ചേഴ്സ് ആയിരുന്നു. ഞാനും സെയിം ടീച്ചർക്കും സെയിം എക്സ്പീരിയൻസ് ആണ്. പക്ഷെ എന്നെ കൺസിഡർ ചെയ്യാണ്ട് വേറെ ടീച്ചറിനെ കൺസിഡർ ചെയ്തു. അപ്പൊ ഓട്ടോമാറ്റിക്കലി എനിക്ക് വിഷമം വരില്ലേ? അങ്ങനെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അതാണ് സെൽഫ് എക്സ്ട്രീം നീഡ്സിന് വരുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു സാധാരണയായിട്ട് ഡിസ്റ്റർബൻസ് വരും. മേ ബി ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തൊന്നും നമ്മുടെ ഓർഗനൈസേഷൻ കണ്ടില്ലേ, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തതൊക്കെ എന്തിനായിരുന്നു, ഓവർ ടൈം ചെയ്തു, കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതൊക്കെ എന്തിനു വേണ്ടിയിട്ടായിരുന്നു, നമുക്കൊരു ഫീലിംഗ് വരാനും മേ ബി ആ ഒരു വർക്കിനോട് തന്നെ നമുക്ക് ഇഷ്ടം നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ്. നമുക്കൊന്ന് നോക്കാം എന്താണെന്നുള്ളത്. The two types of extreme needs are self-esteems like എന്തൊക്കെയാണ്? സെൽഫ് റെസ്പെക്ട് ആൻഡ് സെൽഫ് റിഗാർഡ്. റിലേഷൻ ടു സെൽഫ്, ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് റിലേഷൻ ആണ്. Then there are needs pertaining to respect from others such as reputation, status, success, fame. ഇതെല്ലാം ഒരു വ്യക്തിയുടെ നീഡ്സ് ആണ്. റെപ്യൂട്ടേഷൻ കിട്ടുക, അംഗീകരിക്കപ്പെടുക, അതേപോലെ തന്നെ സ്റ്റാറ്റസ്, സക്സസ്, എല്ലാം അതാണ്. സക്സസ് ചെയ്യുക. The need for the status and prestige is present in every individual. എല്ലാ ഇൻഡിവിജ്വൽസിനും പ്രസന്റ് ആണ് ഒരു സ്റ്റാറ്റസ്, ഒരു മിഡിൽ ക്ലാസ് സ്റ്റാറ്റസ് അല്ലെങ്കിൽ ഹൈ ക്ലാസ് സ്റ്റാറ്റസ്, പ്രസ്റ്റീജ് കാണിക്കുക. ഇതെല്ലാം എല്ലാ ഇൻഡിവിജ്വൽസിനും ഉള്ളതാണ്. ചില ആൾക്കാർ പ്രസ്റ്റീജ് അല്ലെങ്കിൽ സ്റ്റാറ്റസ് കൂട്ടാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യുക, അവര് വിയർ ചെയ്യുന്ന കോസ്റ്റ്യൂം കുറച്ചുകൂടി ക്വാളിറ്റി, ചിലപ്പോ അത്രയും കാശുകാര് പോലും ചിലപ്പോൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ സ്റ്റാറ്റസ് കൂടുതലായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള ഡ്രസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇടും. പക്ഷെ അതിലൊന്നല്ല സ്റ്റാറ്റസ് എന്ന് പറയുന്ന ഒരു കാര്യം. സ്റ്റാറ്റസ് കൂട്ടാൻ വേണ്ടി ചില ആൾക്കാർ അങ്ങനെയൊക്കെ ചെയ്യില്ലേ. ഇനി അടുത്താണ് അനദർ ടൈപ്പ് ഓഫ് എക്സ്ട്രീം നീഡ് ആണ് ഇസ് ഫീലിംഗ് ടു സുപ്പീരിയർ ടു അതേഴ്സ്. മറ്റുള്ളവരെക്കാളും സുപ്പീരിയർ ആണ് എന്നുള്ളൊരു ഫീലിംഗ് ആണ്. ആ ഒരു ഫീലിംഗ് സാധാരണ എല്ലാവർക്കും ഉണ്ടെന്നല്ല, എന്നാൽ ചില ആൾക്കാരിൽ കാണുന്നുണ്ട്. അനദർ എക്സ്ട്രീം ഫെയിലിയർ ടു സേഫ്റ്റി ദീസ് നീഡ്സ് ക്യാൻ ഗ്യാരണ്ടി പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ്. എന്നാലും ഈ ഒരു നീഡ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പേഴ്സണാലിറ്റി ഡിസ്റ്റർബൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. Teachers' attitude towards the student should always be one encouragement and appreciation. നമ്മുടെ ടീച്ചേഴ്സിന്റെ ആറ്റിറ്റ്യൂഡ്, കുട്ടികളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് എൻകറേജിങ് ആയിരിക്കണം, അപ്രിസിയേഷൻ ആയിരിക്കണം. കുട്ടികൾ ഒരു വർക്ക് ചെയ്തോ, അത് ഫെയിൽ ആയോ, കംപ്ലീറ്റ് ആയോ, സക്സസ് ആയോ എന്നല്ല, അവർ ആ വർക്ക് ചെയ്തോ, സോ നമ്മൾ അവരെ എൻകറേജ് ചെയ്യണം, അപ്രിസിയേറ്റ് ചെയ്യണം. For them, education is the way of enhancing family status. നമുക്കറിയാലോ, എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ
ഇപ്പൊ സാധാരണ സൊസൈറ്റിയിൽ നമ്മൾ ഒരാളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ മണിയിലാണോ മെഷർ ചെയ്യുന്നത്, എഡ്യൂക്കേഷന്റെ രീതിയിലാണോ സ്റ്റാറ്റസ് മെഷർ ചെയ്യുന്നത്? ഓരോ വ്യക്തിയിലും ഡിഫറൻസ് ആയിരിക്കും. ചില ആൾക്കാർ പൈസയുടെ ഒരു നോക്കിയിട്ടായിരിക്കും സ്റ്റാറ്റസ് നോക്കുന്നത്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ എഡ്യൂക്കേഷന്റെ റിലേറ്റഡ് ആയിട്ടാണ് സ്റ്റാറ്റസ് നോക്കുന്നത്. എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ. മേബി എല്ലാവരും അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ ഇപ്പൊ ഒരു ഫാമിലി ഭയങ്കര എന്റെ പരിചയത്തിൽ ഭയങ്കര പൂർ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. പക്ഷെ അവർ രണ്ട് കുട്ടികളും ഒരാള് എന്താ പറയാ ഭയങ്കര പൂർന്ന് വെച്ചാൽ ഭയങ്കര പൂർ ആയിട്ടുള്ള ഫാമിലിയാണ്. ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി ആയിരുന്നു. പക്ഷെ വളർന്നു വന്ന സാഹചര്യത്തിലെത്താം. പക്ഷെ അവര് രണ്ട് കുട്ടികളും, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയാണ്. പെൺകുട്ടി നേഴ്സാണ് ആയത്. 10th ഫുൾ A+. ഇത്രയും കഷ്ടപ്പാടൊന്നും പഠിച്ചു വരുന്നവരാണ്. എന്റെ ചെറുപ്പത്തിലത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫുൾ A+. ഇന്ന് ഫുൾ A+ എന്ന് പറയുന്നത് ഒരുപാട് എല്ലാവർക്കും നോർമലി കിട്ടുന്ന ഒരു മാർക്ക് പോലെ ആയിട്ടുണ്ട്. 10th അത്ര വാല്യൂ ഒന്നും ഇല്ല. പക്ഷെ ഞാൻ പറയുന്നത് 15 കൊല്ലം, 15 കൊല്ലം പഴക്കമുണ്ട് ഞാൻ ഈ പറയുന്ന കഥയ്ക്ക്. അപ്പൊ അവർക്ക് 10th രണ്ടുപേരും ട്വിൻസാണ്, ആംഗ്ലപേകളുമാണ്. ചേച്ചിക്ക് അത് ചേട്ടനും അതെ എന്താണ്, രണ്ടുപേർക്കും ഫുൾ A+ ആണ്. 10th അതേപോലെ +2 സയൻസ് ആണ് അവരെടുത്ത. രണ്ടുപേർക്ക് ഫുൾ A+ ആണ്. ഒരാള് BCA അങ്ങനെ എന്താ പറയുക, ബാച്ചിലേഴ്സ് ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അങ്ങനെ ആ ഒരു രീതിയിലേക്ക് പോയി. ഒരാൾ നേഴ്സിംഗ് ഫീൽഡിലേക്ക് പോയി. എഞ്ചിനീയറിംഗ് ഡോക്ടർ ഒന്ന് പഠിപ്പിക്കാനായിട്ട് അവർക്ക് അത്രയും സാമ്പത്തികമായിട്ട് ഒട്ടും പറ്റില്ല. പക്ഷെ ഗവൺമെന്റ് കോളേജിൽ നമുക്ക് രണ്ടുപേർക്ക് അഡ്മിഷൻ കിട്ടിയതുകൊണ്ട് രണ്ടുപേരും ആ ഒരു മേഖലയിലേക്ക് പോയി. ചേച്ചി നേഴ്സിംഗ് കഴിഞ്ഞു, ജോലി ആസ്പറിലായിരുന്നു ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ചേച്ചി ഇപ്പോ ജർമ്മനിയിലാണ് വർക്ക് ചെയ്യുന്നത്. ചേട്ടൻ പറയണത് എന്താ പറയാ, ചേട്ടൻ BSc കഴിഞ്ഞു, BCA കഴിഞ്ഞു, MCA കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ ഇടയിൽ PSC കോഴ്സിന് പോകണ്ടായിരുന്നു. അപ്പൊ PSC നന്നായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. PSCയില് ജോലി കിട്ടി. എനിക്ക് തോന്നുന്നു ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ചേട്ടന്റെ ജോലി സെറ്റായി. എന്നുവെച്ചാൽ ചെറുപ്പത്തില് 21 വയസ്സോ 22 വയസ്സിലോ PSCയിൽ ജോലി കിട്ടി. ആളുടെ ജോലി കിട്ടിയപ്പോ ഒത്തിരി കഷ്ടപ്പാടൊക്കെ തന്നെയായിരുന്നു. സാധാരണ പോലെ അച്ഛന് വയ്യാത്തയാണ്, അച്ഛന് ക്യാൻസർ ആണ്. അമ്മയാണ് ഇവരെ നോക്കിയിരുന്നത്. അമ്മ തയ്ക്കണതാണ്, തയ്യലാണ്. അപ്പൊ ഒത്തിരി കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ രണ്ട് മക്കളെയും ഈ അമ്മ അച്ഛനും കൂടി നോക്കി വലുതാക്കിക്കൊണ്ട് വന്നത്. ചേട്ടന് ജോലി കിട്ടി ഒരു 5-8 കൊല്ലം അങ്ങാണ്ടായിട്ടുണ്ട്. അവര് സ്വന്തമായിട്ട് സ്ഥലമൊന്നും ഉണ്ടായിരുന്നില്ല. സ്ഥലം വാങ്ങിച്ച് വീട് വെച്ച് ഇപ്പൊ മാരേജ് ഒക്കെ ആവാണ്. അപ്പൊ എന്ന് വെച്ചാല് ഒരു നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് പൈസയിൽ മാത്രമല്ല മെഷർ ചെയ്യേണ്ടത്, എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ നമ്മൾ മെഷർ ചെയ്യണം അല്ലെ. ചില ആൾക്കാർ പൈസയിൽ മാത്രം അവർ പണക്കാർ ഒരു പാവപ്പെട്ടവർ എന്ന് പറഞ്ഞ ഫാമിലി സ്റ്റാറ്റസ് കമ്പയർ ചെയ്യും. അങ്ങനെയല്ല കേട്ടോ. നമ്മള് ഒരു വ്യക്തിനെ നോക്കുമ്പോ അവരുടെ ഞാൻ മെഷർ ചെയ്യുമ്പോൾ അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കാറുണ്ട്. സ്റ്റാറ്റസ് നോക്കിയിട്ട് ആരോടും കൂട്ടുകൂടാനോ ചെയ്യരുത്. നമ്മൾ അവര് എഡ്യൂക്കേഷൻ കുറവാണെങ്കിലും അങ്ങനൊന്നും ഒരു പ്രശ്നവുമല്ല. പക്ഷെ ഇന്ന് കുറെ ആൾക്കാര് എന്താണ് പൈസയിലാണ് എല്ലാവരും നോക്കുന്നത്. ഫാമിലിയില് നല്ല പണക്കാരാണ് അവർക്ക് എന്താണ് പ്രശ്നം, അവരാണ് ഫാമിലി സ്റ്റാറ്റസ് കൂടുതലുള്ളവര്. അല്ലാത്തവരൊക്കെ സാധാരണ ആൾക്കാര്. അങ്ങനെയൊന്നല്ല. ഇപ്പൊ എല്ലാത്തിന്റെ ബേസിൽ എഡ്യൂക്കേഷൻ ആണ്. എഡ്യൂക്കേഷൻ നേടിയെടുക്കാനായിട്ട് മാക്സിമം നമ്മൾ എന്ത് ചെയ്യാൻ ട്രൈ ചെയ്യാം. ഓക്കെ. For them, education is the way of enhancing their family status. നമുക്കറിയാം എഡ്യൂക്കേഷൻ ആണ് നമ്മുടെ ഫാമിലി സ്റ്റാറ്റസ് എൻഹാൻസ് ചെയ്യാനുള്ള ഒരു വേ. Maslow believed that enough gratification of the extreme needs lesson dominance force in practical life. നമ്മള് ഈ എക്സ്ട്രീം നീഡ്സ് എന്ന് പറയുന്നത് ആ ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഡോമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ്. This makes him move in direction of self-actualization. Extreme needs എന്തിലേക്കാണ് നമ്മൾ മൂവ് ചെയ്യുന്നത്? Self-actualization needs ആണ്. Self-actualization need is very complicated need ആണ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള need ആണ് self-actualization need. ഓരോ ഇൻഡിവിജ്വൽ അനുസരിച്ചും ആ വ്യക്തിയുടെ self-actualization need ഡിഫറെന്റ് ആയിരിക്കും കേട്ടോ. ചില ഇപ്പൊ എന്റെ self-actualization need ആയിരിക്കില്ല മേബി നിങ്ങളുടെ self-actualization need ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പൊ എന്താ പറയാ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് അറിഞ്ഞൂടാ. എന്താ പറയാ, എനിക്ക് ഫിസിയോളജിക്കൽ നീഡ്സ് ഒക്കെ ഓക്കെയാണ്, സേഫ്റ്റി നീഡ് ഓക്കെയാണ്, സേഫ് ആയിട്ടുള്ള പ്ലേസിൽ ലിവ് ചെയ്യാനൊക്കെ ഉണ്ട്. എന്താണ് ലവ് ആൻഡ് ബിലോങ്ങിങ്സ് നീഡ് ഉണ്ട്. എനിക്ക് സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ഒരുപാട് പേരുണ്ട്.
എക്സ്ട്രീം നീഡ് ഓക്കെയാണ്, കാരണം റെസ്പെക്ട് കിട്ടുന്നുണ്ട് സൊസൈറ്റിയിൽ തന്നെ, ജോബ് കൊണ്ട് തന്നെ എനിക്ക് ആ ഒരു എക്സ്ട്രീം നീഡ് സാറ്റിസ്ഫൈഡ് ആണ്. പക്ഷെ ഇപ്പോഴും അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് ആയിട്ട് കിടക്കുന്നത് എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. ഞാനിപ്പോ എന്ത് ചെയ്യുകയാണെങ്കിലും എന്റെ മെയിൻ എയിം എന്താണ്? എന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അച്ചീവ് ചെയ്യാം. അതിനു വേണ്ടി നമ്മൾ ഏതൊരു പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ ഫുൾ സാറ്റിസ്ഫൈഡ് ആകുന്നത്, അല്ലെങ്കിൽ നമ്മൾ അത്രയും ആഗ്രഹിച്ച ആ ഒരു കാര്യം നേടിയെടുക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സാറ്റിസ്ഫൈഡ് ആവും. ആ ഒരു മൊമെന്റ് ആണ്, ആ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചാണെങ്കിൽ മേ ബി ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ആ ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്ന ആ ഒരു മൊമെന്റ് ആയിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ലൈഫിലേക്ക് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ചിലവർക്ക് ചിലപ്പോൾ ആ ഒരു കോഴ്സ് കഴിഞ്ഞ് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നതായിരിക്കില്ല, ക്ലാസ് ചെന്ന് നമ്മൾ ഒരു ജോബിലേക്ക് പ്ലേസ്ഡ് ആയിട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കും നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഒരു വ്യക്തിയുടെ നീഡ്സ് ഡിഫറെന്റ് ആണ്, മേ ബി എന്റർലി ഡിഫറെന്റ് ആണ്. പക്ഷെ അത് ആ നീഡ് ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആണെന്ന് പറയാൻ കാരണം നമ്മുടെ മനസ്സിന്റെ ആ ഒരു സൈക്കോളജിക്കൽ ആയിട്ട് മെന്റൽ ആയിട്ട് മൈൻഡായിട്ട് റിലേറ്റഡ് ആണ്, ഭയങ്കരമായിട്ട് മൈൻഡായിട്ട് റിലേറ്റഡ് ആണ്. എന്ന് വെച്ചാൽ ഞാൻ ചെറുപ്പം മുതലേ കണ്ടൊരു സ്വപ്നമുണ്ട്. ആ സ്വപ്നം എപ്പോഴൊക്കെയോ നമുക്ക് കയ്യിൽ നിന്ന് പെട്ടെന്ന് അങ്ങ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ്. എപ്പോഴൊക്കെയോ എന്റെ കയ്യിൽ നിന്ന് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. എത്തിപ്പിടിക്കായിരുന്നു, പക്ഷെ ജസ്റ്റ് എന്ന് വെച്ചാൽ എന്താ പറയുക, നിസ്സാരം ഇതുകൊണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു പോയി. ഇപ്പോഴും ആ സ്വപ്നത്തെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് എന്തൊരു വിഷമാണ് മനസ്സിൽ വരുന്നത്. എനിക്ക് എത്തിപ്പിടിക്കാറുണ്ടല്ലോ, തൊട്ടടുത്തല്ലേ, പെട്ടെന്നല്ല നഷ്ടപ്പെട്ടു പോയത്. ആ ഒരു ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ വീണ്ടും വീണ്ടും എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും അത് അച്ചീവ് ചെയ്യണമെന്നാണ് എന്റെ ഒരു എന്താ പറയാ ലൈഫിന്റെ ഒരു എന്താ പറയാ ജീവിതത്തിന്റെ തന്നെ ഒരു ലക്ഷ്യം എന്ന് പറയാം. ലക്ഷ്യം അല്ലെങ്കിൽ എയിം എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായി പോകും. അംബീഷൻ അതൊന്നും പറയാൻ പറ്റില്ല. അതൊരു എന്താ പറയാ ഒരു ഭയങ്കര വലിയ ആഗ്രഹമാണത്, അത് നേടിയെടുക്കാന്നുള്ളത്. അപ്പൊ ഇതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും എന്താണ് നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡെന്ന് ഐഡന്റിഫൈ ചെയ്യണം. മേ ബി നിങ്ങളിപ്പോ ഈ ഒരു കോഴ്സ് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് സെൽഫ് എക്സ്റ്റീം നീഡായിരിക്കും അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്, ഫാമിലിയിലെ സ്റ്റാറ്റസ്, റെക്കഗ്നൈസേഷൻ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കും ഇതല്ല സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഇതെന്താണ് സെൽഫ് എക്സ്റ്റീം നീഡാന്ന് മനസ്സിലാക്കി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് ഇതിനും അപ്പുറമാണെന്ന് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. ചിലപ്പോൾ ചിലവർക്ക് ഇതോ ആയിരിക്കും ചിലപ്പോൾ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡായിട്ട് പറയുന്നത്. ഓക്കെ, നോക്കാം. സെൽഫ് ആക്ച്വലൈസേഷൻ ഇസ് വെരി കോംപ്ലിക്കേറ്റഡ് നീഡ്. കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള നീഡാണ്. ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ് ആസ് ദ നീഡ് ഫോർ സെൽഫ് എക്സ്പ്രഷൻ. നമ്മളുടെ സ്വയം എക്സ്പ്രഷൻ, സെൽഫ് റിയലൈസേഷൻ ആണ്. ഞാനാണ്, ഞാൻ എന്താണെന്ന് തിരിച്ചറിയുന്ന ആ ഒരു മൊമെന്റ് ആണ്. ഇറ്റ് ഈസ് മൂവിംഗ് ടുവേർഡ്സ് ദ പെർഫെക്ഷൻ വിച്ച് മീനിങ് fulfilling one's individual nature in all its aspects. ഞാൻ ഫുൾഫിൽ ആവണമെങ്കിൽ, ഞാൻ പെർഫെക്റ്റ് ആവണമെങ്കിൽ ആ ഒരു കാര്യം കൂടി എനിക്ക് വേണം എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ആ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ. എവറി ഇൻഡിവിജ്വൽ ഈസ് prone to think that there is something for which he is best suited. ഞാനൊരു കാര്യത്തിന് ബെസ്റ്റ് സ്യൂട്ട് ആയിരിക്കും, ആ ഒരു കാര്യം ഞാൻ അച്ചീവ് ചെയ്യാനായിട്ട് പെർഫെക്റ്റ് ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു കാര്യം അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇൻഡിവിജ്വൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. The need for self-actualization should be adjusted to people's total environment, its capability and opportunity for self-expression. നമ്മുടെ കുട്ടികളുടെ കാര്യത്തിലേക്ക് വരാണെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ എൻവയോൺമെന്റ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ആ കുട്ടിയുടെ കപ്പാസിറ്റീസ് എന്താണ്, കേപ്പബിലിറ്റീസ് എന്താണ്, അവരുടെ ഓപ്പർച്യൂണിറ്റി ടു സെൽഫ് എക്സ്പ്രഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ റിലേറ്റഡ് ആണ്. ഇപ്പൊ ഒരു കുട്ടി നന്നായിട്ട് വരയ്ക്കുന്ന കുട്ടിയാണ്, നല്ല രീതിയിൽ വരയ്ക്കുന്ന കുട്ടിയാണ്. സോ നമ്മൾ അവരെന്ത് ചെയ്യാം, വരയ്ക്കാൻ തന്നെ അപ്രിഷിയേറ്റ് ചെയ്യുക, അവരെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി വരച്ച ഒരു വലിയ നല്ല കലാകാരന്മാരായിട്ടാണ് ആര് പറഞ്ഞു. അതേപോലെ നന്നായിട്ട് പാട്ട് പാടുന്ന കുട്ടികളാണെങ്കിൽ അവരെ നല്ല രീതിയിൽ അതിനെ എൻഗേജ് ചെയ്യുക. അവരുടെ പാഷൻ എന്താണോ, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണോ അതിലേക്ക് അവരെന്ത് ചെയ്യാൻ നയിക്കുക. ഇതാണ് നമ്മളുടെ ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി. അല്ലാതെ ഒരുപാട് ലെക്ചേഴ്സും ലെസൺസും കാര്യങ്ങളും മാത്രം പഠിച്ച് കുറെ ഡോക്ടേഴ്സ്, കുറെ എഞ്ചിനീയേഴ്സ്, കുറെ എന്താ പറയാ ബാങ്ക് മാനേജേഴ്സ് അല്ലെങ്കിൽ MBA അങ്ങനെയല്ല. എന്ന് വെച്ചാൽ എല്ലാവർക്കും ഓരോരുത്തർക്കും അവരുടേതായ കഴിവും അതേപോലെ തന്നെ അതിനനുസരിച്ച് വർക്ക് ചെയ്യാനും പറ്റണം. ഓക്കെ, നോക്കാം. Prize and recognition in school work makes
schoolwork pleasant and the people shows achievement in their skills. അപ്പോൾ അവരുടെ ഓരോരുത്തരുടെ സ്കിൽ റിലേറ്റഡ് ആയിട്ട് അവർക്ക് റെക്കഗ്നൈസേഷനും അതേപോലെ അച്ചീവ്മെന്റ്സും പ്രൈസ് ഒക്കെ കിട്ടുകയാണെങ്കിൽ കുട്ടികളിൽ പ്ലസന്റ് ആയിരിക്കും, അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും. അവർക്ക് ആ ഒരു സ്കില്ല് വീണ്ടും എൻഹാൻസ് ചെയ്യാനും അഡ്വാൻസ് ചെയ്യാനൊക്കെ ഉള്ള താല്പര്യങ്ങൾ കൂടുതലാണ്. ഓക്കെ ഓക്കെ ദെൻ ഇനി അടുത്ത് പറയുന്നത് in the words of Dr. Radhakrishna, for the thinking the mind to blows, for the arts and sciences to furnish, the first necessary condition is well-settled society provided with security and leisures. നമുക്ക് ചിന്തിക്കാനും നമ്മുടെ കലകളെയും അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം അതിനൊരു സാഹചര്യവും അതിന് സുരക്ഷിതമായൊരു പ്ലേസും സൊസൈറ്റിയിൽ നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യണം, അല്ലെ? നമ്മുടെ കുട്ടികൾക്ക് നമ്മളിപ്പോ എന്താ പറയാ, ഫിസിയോളജിക്കൽ നീഡ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നീഡ് എന്താണ്? സേഫ്റ്റി നീഡാണ്. എത്ര പേർക്ക് മനസ്സിൽ വെച്ച് പറയാൻ പറ്റും നമ്മുടെ കുട്ടികളെല്ലാവരും സേഫ് ആണ്, അവരെല്ലാവരും സേഫ് ആണ്. നമ്മുടെ കുട്ടികൾ നമ്മുടെ ഈ സൊസൈറ്റി പെർഫെക്റ്റ് ആണ്, കുട്ടികൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള സൊസൈറ്റി ആണെന്ന് എത്ര പേർക്ക് പറയാൻ പറ്റും? എനിക്ക് തോന്നുന്നില്ല സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആണ് നമ്മുടെ കുട്ടികൾ എന്നുള്ളത്. നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് ഇതേപോലെ നല്ലൊരു സേഫ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ബിൽഡ് ചെയ്തെടുക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്. Sometimes the high expectation of the parents and teachers provide stimulate to high performance. അതേപോലെ തന്നെ കുട്ടികൾക്ക് അവരുടെ എൻവയോൺമെന്റ് നമ്മൾ കൊടുക്കുക, അവരുടേതായ ഒരു സ്പേസ് കൊടുക്കുക, കുട്ടികളുടേതായ നോളജിനനുസരിച്ച് അവർക്ക് തിങ്ക് ചെയ്യാനും കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും അവർക്ക് വരട്ടെ. അതേപോലെ ഓവർ എക്സ്പെക്ടേഷൻ പാടില്ല. ടീച്ചേഴ്സിനും പാരന്റ്സിനും കൂടുതൽ ഒത്തിരി ഉള്ള പ്രശ്നമാണ് ഓവർ എക്സ്പെക്ടേഷൻ ആണ്. നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് അവരുടെ പെർഫോമൻസിനെ കുറിച്ചിട്ട് ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യും. ഹൈ സ്റ്റാൻഡേർഡ് ഒക്കെ നമ്മൾ എന്തെങ്കിലും ഫിക്സ് ചെയ്യും. നമ്മൾ ഒരിക്കലും അങ്ങനെ ഫിക്സ് ചെയ്യേണ്ട, സ്റ്റാൻഡേർഡ്സ് നോക്കേണ്ട. അവര് ആ ഒരു ഏജിലൂടെ ചൈൽഡ്ഹുഡിലൂടെ നമ്മൾ വളർന്നു പോകുന്ന പോലെ തന്നെ ആ ഒരു സാഹചര്യത്തിലൂടെ തന്നെ വളർന്നു വന്നോട്ടെ. നമ്മളുടെയൊക്കെ ടീച്ചർ നമ്മളുടെ വീട്ടിലൊക്കെ എന്താ പറയാ, നമുക്ക് മാർക്ക് കുറവാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ ടീച്ചറിനെ വഴക്ക് പറയാൻ പോയിട്ടുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ ടീച്ചർ പഠിപ്പിച്ചുകൊണ്ടാണ് മാർക്ക് കുറവാന്ന് പറഞ്ഞ് നമ്മുടെ അമ്മാരും അച്ഛന്മാരും നമ്മുടെ കൂടെ വന്നിട്ടുണ്ടോ? ഇല്ല നമ്മളെ തല്ലി എന്ന് നമ്മൾ വീട്ടിൽ പോയി പറയുമ്പോൾ നിനക്ക് കിട്ടണം, ടീച്ചറിനെ കാണുമ്പോൾ ഞാൻ പറയാം 2 എണ്ണം കൂടി കൊടുക്കണം എന്ന്. അങ്ങനെ പറഞ്ഞ പാരന്റ്സ് അല്ലേ നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ഇന്നത്തെ കുട്ടികളെ തല്ലാൻ പറ്റുമോ? അപ്പൊ വരും ചോദിക്കാനും പറയാനും പാരന്റ്സും എന്താ പറയാ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനും ചൈൽഡ് വെൽഫെയർ കമ്മീഷനും ഒക്കെ വരും. അപ്പോ ശരിക്കും ഈ ടീച്ചർമാരുടെ കയ്യിൽ നിന്ന് വടിയെടുത്ത് മാറ്റിയത് മോശം എന്ന് പറയുന്നത്. പക്ഷെ മോണ്ടിസോറി പറയുന്നത് നമ്മൾ വടിയൊന്നും ഉപയോഗിച്ച് കുട്ടികളെ സ്ട്രിക്റ്റ് ആയിട്ടല്ല പഠിപ്പിക്കുന്നത്, അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് തന്നെ പഠിപ്പിക്കണം. എനിക്കും തല്ലാനൊന്നും താല്പര്യമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇനി ഫേസ് ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഓരോരുത്തരും ടീച്ചേഴ്സ് ആയിട്ട് മാറുമ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന പ്രോബ്ലം ഒന്നാണ് ഈ പാരന്റ്സിന്റെ ഓവർ എക്സ്പെക്ടേഷൻ വരും. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞൂടാ, എന്നോട് തന്നെ പാരന്റ്സ് വന്ന് പറയാറുണ്ട്. എന്നുവെച്ചാല് എന്റെ മോനും ഈ ക്ലാസ്സിലെ ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന കുട്ടിയും പഠിക്കുന്നത് ഈ സ്കൂളിലാണ്, ടീച്ചർ തന്നെയാണ് പഠിപ്പിക്കുന്നത്. പിന്നെ എന്താ പറയാ, അവർ പഠിക്കുന്ന ട്യൂഷൻ ക്ലാസ്സും സെയിം ആണ്. പിന്നെ എന്തുകൊണ്ട് എന്റെ മോൻ ക്ലാസ് ഫസ്റ്റ് ആവുന്നില്ല? എല്ലാ ടൈമും ആ കുട്ടിയാണല്ലോ ക്ലാസ് ഫസ്റ്റ് ആവുന്നത്. അവന് 80 എബോവ് മാർക്ക് കിട്ടുന്നതേ ഇല്ല. അത് എന്തുകൊണ്ടാണത്? അവൻ ഞങ്ങൾ ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്നുള്ള മിസ്റ്റേക്ക് ആണോ എന്നുള്ള രീതിയിൽ ചോദിക്കാറ്. അപ്പൊ ആദ്യം എനിക്ക് ചിരിയാണ് വന്നത്. കാരണം ഓരോ കുട്ടിയും ഇൻഡിവിജ്വലി ഡിഫറെന്റ് ആണ്. ഓരോ കുട്ടികൾക്കും ഇൻഡിവിജ്വലി അവരുടേതായ ക്യാരക്ടറിസ്റ്റിക്സും എബിലിറ്റി ടു ലേൺ ഉണ്ട്. അത് നമ്മൾ കണ്ടെത്തി നമ്മുടെ കുട്ടികളെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കുക, എക്സ്പെക്ടേഷൻ ഓവർ ആവാതിരിക്കുക. എക്സ്പെക്ട് ചെയ്യണം, എന്നാലും ഒത്തിരി ഓവർ എക്സ്പെക്ടേഷൻ കുട്ടികളുടെ ഭാവിയെ തന്നെ അത് എന്ത് ചെയ്യും, അഫക്ട് ചെയ്യും. ഇതൊരു ഇൻസിഡന്റ് ആയിട്ട് ഞാൻ കണക്ട് ചെയ്ത് പറയാം. ലാസ്റ്റ് മെയ് ഫസ്റ്റ് തേർഡിനൊക്കെ ആയിട്ട് ഹയർ സെക്കൻഡറി എക്സാം സ്റ്റാർട്ട് ചെയ്തു. ആ സമയത്ത് എക്സാമിന്റെ തലേന്ന്, നാളെ എക്സാം ഇംഗ്ലീഷ് എക്സാം ആണെങ്കിൽ തലേന്നായിട്ട് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരു കുട്ടി ആത്മഹത്യ ചെയ്തു. ആത്മഹത്യ ചെയ്ത കുട്ടി എനിക്ക് പരിചയമുള്ള കുട്ടികളുടെ ഫ്രണ്ട്സ് ആണ്. ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് അവൻ മരിക്കാൻ കാരണം? എക്സാമിനോടുള്ള പേടി കൊണ്ടാണ് മിസ്. എന്നോട് അങ്ങനെ പറഞ്ഞു, എക്സാമിനുള്ള പേടി കൊണ്ടാണ്. അന്ന് അവൻ പഠിക്കില്ലേ എന്ന് ഞാൻ എടുത്തിട്ട് ചോദിച്ചത്. ഇല്ല മിസ്സേ, അവര് 10th ഫുൾ A+ ആണ്, +1 ഫുൾ A+ ആണ്. +2 അവന് ഇംഗ്ലീഷിന് പേടിയായിരുന്നു, ഇംഗ്ലീഷ് ടഫായിരുന്നു, പേടിയാണ്. നമുക്കറിയാലോ +2 ഇംഗ്ലീഷ് എന്തോരം ടഫ് ആണെന്നുള്ളത്.
അപ്പൊ അവരുടെ പാരന്റ്സും അതേപോലെ ടീച്ചേഴ്സും എല്ലാവരും അവരെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുമായിരുന്നു, കമ്പൽ ചെയ്യുമായിരുന്നു, പഠിക്കുക എന്ന് പറഞ്ഞ് കമ്പൽ ചെയ്യുമായിരുന്നു. അത് അവരത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു. കാരണം സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, അവൻ ഫുൾ A+ ആയിരിക്കും എന്നുള്ള സൊസൈറ്റിയുടെ എക്സ്പെക്ടേഷൻ, ഫാമിലി മെമ്പേഴ്സിന്റെ എക്സ്പെക്ടേഷൻ, പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ, ടീച്ചേഴ്സിന്റെ എക്സ്പെക്ടേഷൻ, ഇതൊക്കെ കൂടി താങ്ങാൻ പറ്റാതെയാണ് ആ കുട്ടി ആ ഒരു ഡിസിഷൻ അത്രയും അവന്റെ ലൈഫ് ഒന്ന് ആലോചിച്ചിട്ട് +2 ഫുൾ A+ കിട്ടുന്നത് അത്ര വലിയ കാര്യമായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെ തോന്നുന്നൊന്നുമില്ല. കാരണം നമുക്കൊരു കുട്ടീനെ മാർക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, മെഷർ ചെയ്യാൻ പറ്റില്ല. അപ്പോ അത് ആ കുട്ടിക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറം ആ ഒരു സ്ട്രെസ്സും ആ ഒരു പ്രഷറും അവൻ ഹാൻഡിൽ ചെയ്ത് അവൻ ലാസ്റ്റ് എടുത്ത തീരുമാനമാണ് എന്ത്, സൂയിസൈഡ് എന്നുള്ളത്. അപ്പൊ നമ്മളുടെ കുട്ടികളെ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും അവരുടെ ആഫ്റ്റർ എഫക്ട് എന്നുള്ളത് നമുക്ക് ബോധ്യം ഉണ്ടാവണം. നമ്മൾ ഓവർ എക്സ്പെക്ടേഷൻ വെക്കണ്ട. ഒരു ലാസ്റ്റ് എക്സാമിന്റെ 50 ഒരു ഫെയിൽ ആയെന്ന് വിചാരിക്കും, 15 കിട്ടി ഫെയിൽ ആയി, ഓക്കെ കുഴപ്പമില്ല, ജസ്റ്റ് ടൈമിൽ അവരോട് പറയാം 20 വാങ്ങിച്ചാൽ മതിയടാ, ഒന്ന് പാസ്സായി കിട്ടിയാൽ മതി. എന്നോട് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സോഷ്യൽ വീട്ടുകാരനെ, അപ്പോ എന്റെ അമ്മ പറയുന്നത് ചെറുപ്പത്തില്, നീ പാസ്സായ, ഞാൻ പാസ്സായിട്ടില്ലേ സോഷ്യല്, ഞാൻ എന്താ പറയാ ഒരു 10th മോഡൽ എക്സാം വരെ ഞാൻ പാസ്സാണെന്ന് ചോദിച്ചാൽ ഞാൻ പാസ്സല്ല. വേറെ സബ്ജക്ട് മാത്സ് ഒക്കെ ഞാൻ പെർഫെക്റ്റ് ആണ്, അല്ല മാത്സിനൊക്കെ നല്ല മാർക്കായിരിക്കും. പക്ഷെ സോഷ്യല് ഒന്ന് ഞങ്ങളുടെ മിസ് കുറച്ച് പിശുക്കിയാണ്, മാർക്ക് ഇടാൻ ഭയങ്കര പാടാണ്. എനിക്ക് ഒരു 5 മാർക്ക് ഇടുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ 1.5 മാർക്ക് ഇടുള്ള ആള്. കാരണം ഞങ്ങൾ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം കുറച്ചുകൂടെ ഉള്ളു, ആള് ഭയങ്കര പിശുക്കിയാണ്. അപ്പൊ എന്നിട്ട് ഞാൻ മോഡൽ എക്സാം വരെയും നോക്കി, മോഡൽ എക്സാം വരെ ഞാൻ ഫെയിൽ ആയി. മോഡൽ എക്സാമിലെ റിസൾട്ട് വന്നപ്പോൾ മിസ് എന്നെ പാസ്സാക്കി 23.5. നന്നായിട്ട് പഠിക്കൂലേ, അതുകൊണ്ട് ഞാൻ തന്നെ പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. എന്ത് ശരിക്കും പറഞ്ഞാൽ വേറെ ആരെങ്കിലും ആ പേപ്പർ നോക്കണമെങ്കിൽ ഫുൾ മാർക്ക് ഉണ്ട്, അല്ല ഫുൾ മാർക്ക് വേണ്ട, അത്യാവശ്യം മാർക്ക് ഉണ്ട് ക്വസ്റ്റ്യൻ എന്തെങ്കിലും മിസ് എന്താണ് കുറച്ചൊരു പിടിച്ച് കുറച്ച് മാർക്ക് കുറച്ചൊക്കെ ഇടുള്ളൂ. പ്രത്യേകിച്ച് ഞങ്ങള് ഇംഗ്ലീഷ് മീഡിയം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പോയിന്റ്സ് എഴുതിയാൽ മതി. പക്ഷെ പോയിന്റ്സ് എത്ര എഴുതിയാലും മിസ് മാർക്ക് ഇടില്ല. കുറച്ച് ഇതായിരുന്നു. പക്ഷെ അതിന്റെ റിസൾട്ട് ഫൈനൽ എക്സാമിൽ ഞങ്ങൾക്ക് കിട്ടി. കാരണം ഞങ്ങൾ എക്സാം എഴുതി ഞങ്ങളുടെ ക്ലാസ്സിലെ കുട്ടികളെല്ലാവർക്കും നല്ല മാർക്ക് ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ പോയിന്റ്സ് എഴുതാൻ തന്നെയാണ് മിസ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലും നല്ല എല്ലാവർക്കും ഏകദേശം ഒരു A+ ആ ഒരു റേഞ്ചിൽ തന്നെ മാർക്ക് ഉണ്ടായിരുന്നു. കാരണം അമ്മ ചോദിച്ചു, നീ മോഡൽ എക്സാമിൽ ജസ്റ്റ് പാസ്സല്ലേ, നീ എന്തിനേക്കാൾ ഇത്രയും മാർക്ക്? അപ്പം അമ്മനോട് മിസ് കാണുമ്പോ പറയും, അത് ഞങ്ങൾക്ക് മാർക്ക് കുറച്ച് ഇട്ടിരിക്കണേണ്, അല്ലെങ്കിൽ അവർക്ക് അഹങ്കാരം കുറച്ച് കൂടും എന്ന്. വെച്ചാൽ നമ്മള് പെട്ടെന്ന് അങ്ങോട്ട് ഭയങ്കര പഠിപ്പിച്ചാണ് എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമ്മള് എഫേർട്ട് എടുക്കുന്നത് കുറവായിരിക്കും. അതേപോലെ നമ്മള് പാരന്റ്സിനും ഒരു ഹൈ എക്സ്പെക്ടേഷൻ ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ കുട്ടികളെ കുറിച്ചായാലും നമ്മളുടെ പഠിപ്പിക്കുന്ന കുട്ടികളായാലും നമ്മൾ ഒരുപാട് എക്സ്പെക്ട് ചെയ്യേണ്ട അവരിൽ നിന്ന്. അവർക്ക് ഏജിനനുസരിച്ചിട്ടായിട്ടുള്ളൊരു എക്സ്പെക്ടേഷൻ മതി. ഓവർ എക്സ്പെക്ടേഷൻ ഞാൻ പറഞ്ഞില്ല ഒരു ഇൻസിഡന്റ്, അത് ആ ഒരു ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ഫാമിലിക്ക് എത്ര ഇനി ആ ഒരു ഫുൾ A+ എന്നുള്ളൊരു ഇത് കേൾക്കുമ്പോൾ തന്നെ അവർക്ക് അതിനോടൊരു എന്താ പറയുക ഒരു ദേഷ്യം വിഷമൊക്കെ വരാം. കാരണം അവർക്ക് അക്സെപ്റ്റബിൾ ആയിരുന്നല്ലോ. ഒരു മോനാണേ, ഒന്ന് ആലോചിച്ച് നോക്കണം എന്തോരം വിഷമമായിരിക്കും ആ പാരന്റ്സിന് ആ ഒരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത്. ഹൈ സ്റ്റാൻഡേർഡ് ഒന്ന് ഫിക്സ് ചെയ്യണം. ഞാൻ പറയും ഒരു എന്താണ് 50 മാർക്സ് സ്കോർ ചെയ്യാൻ പറയാം. അവൻ 50 മാർക്സ് സ്കോർ ചെയ്താൽ ഓക്കെ, നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യാം. കാരണം അതിന് 50 മാർക്ക് കിട്ടിയതിന്റെ അപ്രീസിയേഷനും മോട്ടിവേഷനും കൊടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് ടൈം അവൻ എന്തായാലും ഉറപ്പായിട്ടും 25 മാർക്കിൽ സ്കോർ ചെയ്യും. വീണ്ടും അവൻ അപ്രീഷിയേറ്റ് ചെയ്യാം, വീണ്ടും അവൻ സ്കോർ ചെയ്യണ്ടേ. നമ്മൾ സ്റ്റാൻഡേർഡ്സ് എപ്പോഴും ലോ ആയിട്ട് ഫിക്സ് ചെയ്യുക. അത് അച്ചീവ് ചെയ്ത് എന്ത് ചെയ്യാം, ഹൈ സ്റ്റാൻഡേർഡിലേക്ക് എത്താനായിട്ട് നമ്മൾ കുട്ടികളെ എന്ത് ചെയ്യുക, ട്രെയിൻ ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സെൽഫ് ആക്ച്വലൈസേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ലാസ്റ്റ് അവർ ഈ പാരഗ്രാഫ് ഒന്ന് റീഡ് ചെയ്ത് നോക്കിക്കോ. കാര്യങ്ങൾ എന്തൊക്കെയാണ് മനസ്സിലാകുന്നത് എന്നുള്ളത് മാത്രം മതി. അല്ലാതെ പാരഗ്രാഫിന്റെ ഉള്ളിൽ ഫുൾ ആയിട്ട് നമുക്ക് പഠിക്കേണ്ടതായിട്ട് ചെയ്യാം. പിന്നെ നീഡിന്റെ കാര്യം ആയതുകൊണ്ട് തന്നെ മോക്ക് ടെസ്റ്റ് കൂടുതലായിട്ട് റെഫർ ചെയ്യുക. കാരണം ഇത്തിരി പാടുള്ള ചാപ്റ്റർ ആണ് നീഡ്. നിങ്ങൾക്ക് തോന്നിയത് ഇത്തിരി പാടാണെന്ന് ചാപ്റ്റർ തോന്നി? ഞാൻ മാക്സിമം ഈസി ആക്കാനൊക്കെ ശ്രമിച്ചിട്ടാ. ഓക്കെ, എന്താണ് നീഡില് കുറെ ഈ പ്രശസ്തമായ ആൾക്കാർ പറയുന്ന കുറെ പോയിന്റ്സ് ഉണ്ട്. നേരില്ല ഹെൻറി മുറെ, അബ്രഹാം മാസ്ലോ അങ്ങനത്തെ ഓരെല്ലാം ഇതെല്ലാം പഠിക്കണ്ട. എടാ അതങ്ങനെ പഠിക്കണ്ട.
ഒരു ഏകദേശം ധാരണ മതി. ഞാൻ ഇവിടെ പറഞ്ഞിട്ട് നോട്ട് ചെയ്യേണ്ട പോയിന്റ്സ് ഉണ്ടല്ലോ, അത് നോക്കി വെക്കുക. എബ്രഹാം മാസ്ലോന്റെ ഡെഫിസിറ്റ് ആൻഡ് ഗ്രോത്ത് നീഡ്സ് ഒരു ക്വസ്റ്റ്യൻ ആവാൻ വിചാരിക്കും. എബ്രഹാം മാസ്ലോ നീഡ്സ് എത്രയായിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? ഡെഫിസിറ്റ് ആൻഡ് ഗ്രോത്ത് നീഡ് ആണ്. ഏതൊക്കെ ഡെഫിസിറ്റ് നീഡ്സ്? ഫിസിയോളജിക്കൽ, സേഫ്റ്റി, ബിലോങ്നെസ്, എക്സ്ട്രീം നീഡ്സ് എന്താണ് ഡെഫിസിറ്റ് നീഡ് ആണ്. ഗ്രോത്ത് നീഡ് ഏതാണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ഹെൻറി മുറയുടെ ഈ ഒരു നീഡ്സുകൾ കുറച്ച് നോട്ട് ചെയ്താൽ മതി. കുറച്ച് നീഡ്സുകൾ നോക്കി വെക്കുക കേട്ടോ. കാരണം നമ്മൾ ഒന്നുമില്ലെങ്കിൽ എബ്രഹാം മാസ്ലോയുടെ 5 നീഡ്സ് പെർഫെക്റ്റ് ആയിട്ട് പഠിക്കാം. പിന്നെ വരുന്ന നീഡ്സ് ഒക്കെ ഹെൻറി മുറയുടെ നീഡ്സ് അല്ലേ. അപ്പൊ പിന്നെ നമുക്കത് ഡൗട്ട് വരുന്ന കാര്യമില്ല. അങ്ങനെ നമ്മൾ പഠിക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഒന്ന് റീഡ് ചെയ്തെല്ലാം ഒന്ന് മൊത്തമായിട്ട് ഒന്ന് റീഡ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചേ. അപ്പോ ഇത് ഈ ഒരു ചാപ്റ്ററോട് കൂടി ആണോ ഇത് കവറിംഗ് ബോക്സ് കംപ്ലീറ്റ് ചെയ്തു എല്ലാവരും? Yes, ma'am. 2-3 കളർ കിട്ടിയിട്ടില്ല. ഓക്കെ, ബാക്കിയെല്ലാം കളറും ചെയ്തിട്ടുണ്ടെങ്കിൽ നെയിം അയച്ചു കഴിഞ്ഞാൽ കുറച്ച് പേർക്കെങ്കിലും പ്രസന്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ ഒരു ചാപ്റ്ററോട് കൂടി നമ്മുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. സ്നേഹയാണ് ഫസ്റ്റ് പ്രസന്റ് ചെയ്യുന്നത്. സ്നേഹ ക്യാമറ ഓൺ ചെയ്തോട്ടെ കേട്ടോ. സോറി, സ്നേഹല്ലോ, ആ സ്നേഹയാണ്. കാണുന്നുണ്ടോ മിസ്സേ? കാണാം. കളറിംഗ് ടാബ്ലറ്റ്സ് നല്ല രസമുണ്ട് കേട്ടോ. ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് കാണിച്ചു കേട്ടോ. കളറിംഗ് ബോക്സ് ഏതാണ്ട് പെട്ടെന്ന് നമുക്ക് കാണിക്കാൻ പറ്റും. ഷെറിൻ, ഷെറിനാണോ? ഷെറിൻ സിബി കാണാവോ? കാണാം. അതെന്താണ്? ഐസ്ക്രീമിന്റെ സ്റ്റിക്ക് അല്ലേ? നന്നായല്ലോ, നല്ല ഐഡിയ. 1 മിനിറ്റ് ഒന്ന് കണ്ടിട്ട്. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. പക്ഷെ മിസ് ഞാൻ എല്ലാം ഓരോന്ന് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൂ. 2 വെച്ച് വേണമെന്നുള്ള എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ, 2 വേണോടാ? ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്യും. ഓക്കെ, ചെയ്തോളാം. ഓക്കെ, നെക്സ്റ്റ് കേട്ടാ. അടുത്ത ഒരാൾ കാണിക്കുന്നത്. ആളും ഒരു പേരേ ചെയ്തിട്ടുള്ളൂ. 2 ചെയ്തിട്ടുണ്ട്. ഇത് പേപ്പേഴ്സ് ആണല്ലോ, ഭയങ്കരമായിട്ട് സിമ്പിൾ ആണല്ലോ. കുട്ടികളെ ഹാൻഡിൽ ചെയ്യുമ്പോൾ മേ ബി അത് ചിറ്റേക്കോനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ, സൂക്ഷിക്കണേ. കമറു ഞാൻ കമറു തന്നെ വിളിച്ചതാണ്. ഓക്കെ, പ്രസന്റ് ചെയ്തോളൂ. മോനെ കാണാം. ഓക്കെ, കാണാം, നന്നായിട്ടുണ്ട്. എന്താ ഫുഡായിട്ട് യൂസ് ചെയ്തിരിക്കണേ? ഐസ്ക്രീമിന്റെ സ്റ്റിക്കല്ലേ? ഐസ്ക്രീമിന്റെ സ്റ്റാൻഡ് നന്നായിട്ടുണ്ട് കേട്ടോ. അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ. അർച്ചന, എനിക്ക് ഓരോന്ന് വെച്ചിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ എന്റെ കളർ കൂടുതലുണ്ട്. ഞാൻ എക്സ്ട്രാ പിന്നെ ചെയ്ത് വെച്ചോളാം. ഇപ്പൊ എന്റെ കയ്യില് ഇത് എനിക്ക് ചെയ്യാനുള്ള ടൈം കിട്ടിയുള്ളൂ, അതുകൊണ്ടാണേ. നന്നായിട്ടുണ്ട് കേട്ടോ. ചെയ്യാൻ പറ്റാണ്ട് 2 കളറ് കൂടി ഞാൻ ചെയ്തോളാം. പ്രസന്റ് ചെയ്തോടാ. നന്നായിട്ടുണ്ട് കേട്ടോ. എല്ലാവരും നല്ല ഐഡിയ ആണല്ലോ. ഓക്കെ, ദെൻ ഫർസാന മിസ് കണ്ടോ? പ്രസീദനെ കണ്ടു. അത് നോക്കട്ടെ. പ്രസീദ ഒന്ന് പറഞ്ഞേ. അത് കളേഴ്സ് അങ്ങനെയാണ് ചെയ്തിരിക്കണേ. മ്യൂട്ടാടാ. ബാക്കില് വുഡ് കൊടുത്തിട്ടേ, കബോർഡിന്റെ വുഡിന്റെ ഇത് കൊടുത്തിട്ട് ഓരോ കളേഴ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുത്തു. ഓക്കേടാ, എല്ലാം ചെയ്തിട്ടുണ്ട്. ഓക്കേടാ, അത്രയുണ്ട്. അത് നന്നായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു മിസ്. പ്രസീദ കഴിഞ്ഞാല് ഫർസാന കേട്ടോ. ഫർസാന ഓക്കേടാ, കാണാം. ഓക്കേടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഷെമീമ ഓക്കെ, ഷെമീമ. അഞ്ജലി, ഞാൻ
ഒരു കളർ വെച്ച് ചെയ്തോളൂ. ടൈം കിട്ടുകയാണെങ്കിൽ 2 കളർ കൂടി ആക്കണം കേട്ടോ, 2 പെയർ ആക്കണേ. ഓക്കെ മാം. നൗഫല ഷെറിൻ കാണുന്നില്ല. നൗഫല കാണാം നന്നായിട്ടുണ്ട് കേട്ടോ. സൂക്ഷിച്ചോട്ടോ ഈ കളർ ബോക്സ് ഒക്കെ. ഷെറിൽ, ഇവ, രേഷ്മ, ലിജി ഓരോരുത്തരായിട്ട് പ്രസന്റ് ചെയ്തു കേട്ടോ. ഷെറിൽ, ഇവ, ഞാനിങ്ങനെ 2 വശവും നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ലിജി. ഓക്കെ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നന്നായിട്ടുണ്ട് ലിജി, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ എല്ലാവരും കളർ ബോക്സ് നല്ല കുട്ടികളായിട്ട് പ്രസന്റ് ചെയ്തു, നന്നായിട്ടുണ്ട് കേട്ടോ. മാം, ജിഷ മാം പറഞ്ഞിരുന്നു മാമിനോട് ഇത് കാണിക്കാൻ, സ്പിന്നിങ് വീൽ. ഒന്ന് കാണിച്ച്. ഏതാണ്? ഒരു വീല് ചെയ്യുന്നത് എന്തോന്ന് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്, ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ട്, അത് കാണിക്കാൻ പറയണമെന്ന് പറഞ്ഞു. സ്പിന്നിങ് വീലായിട്ടുണ്ട് എനിക്ക്. സ്പിന്നിങ് വീൽ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നോട് കാണിക്കാൻ പറഞ്ഞോ? ഇൻസ്റ്റിറ്റ്യൂട്ടിലുണ്ട്, അത് കാണിച്ചു തരാൻ പറയണമെന്ന് പറഞ്ഞു. ഒന്നിട്ട് പറഞ്ഞേ. സ്പിന്നിങ് വീൽ മറ്റേ ഇത് ആനിമൽസ് എല്ലാം സ്പിന്ന് ചെയ്തിട്ട് കാണിക്കുന്ന പോലത്തെ. ചോദിക്കട്ടെ കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു പറയണം. കാണിക്കത്തില്ലേ? കാണിച്ചോടാ. ഒന്ന് ചെയ്തിട്ടുണ്ടോ? മനസ്സിലായി. ഓക്കെ, എനിക്കിപ്പോ മനസ്സിലായേ. ഞാനല്ലല്ലോ തന്നത്, അതുകൊണ്ട് എനിക്ക് ആക്ടിവിറ്റിനെ കുറിച്ച് ക്ലിയർ ആവാൻ. ആരാ പ്രസന്റ് ചെയ്യണേ? അല്ല, അങ്ങനെയല്ല, മാം പ്രസന്റ് ചെയ്യാൻ പറഞ്ഞിട്ടാ. മാമിനോട് ചോദിച്ചിട്ട് അത് പ്രസന്റ് ചെയ്യേണ്ട എങ്ങനെയെന്ന് കാണിച്ചു തരണം എന്ന് പറയാൻ പറഞ്ഞു. ക്ലാസ് എടുക്കുന്നേ ഞങ്ങൾ ചെയ്തിരിക്കുന്ന ചാർട്ടിലാണല്ലോ. വീലായിട്ട് കാണിക്കാൻ പറഞ്ഞായിരുന്നു. ഞങ്ങള് ചാർട്ടിലാ ചെയ്തേക്കുന്നെന്ന് പറഞ്ഞു. അപ്പൊ മിസ്സിനോട് പറഞ്ഞാൽ മതി, അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉണ്ടത് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. ഓക്കേടാ, ഞാൻ ഇന്ന് ക്ലാസ് നെക്സ്റ്റ് വീക്ക് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾക്കറിയാലോ, നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളായിട്ട് നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പൊ പാർട്ട് 1 പാർട്ട് 2 കോമൺ ആയിട്ട് വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമായിട്ട് ഇടുന്നത്. മാക്സിമം മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. നിങ്ങൾ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യുക. ഇംഗ്ലീഷിൽ 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. എപ്പോഴും ഇംഗ്ലീഷിന്റെ ടഫ് ആയിരിക്കും എന്ന് പറയാറുണ്ട്. നന്നായിട്ട് ശ്രദ്ധിച്ച് നോക്കാം. പിന്നെന്താണ്, എന്റെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് കൂടുതൽ. കാരണം എനിക്ക് പാർട്ട് 1 മാത്രമേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ പാർട്ട് 2 ഞാൻ നിങ്ങൾക്ക് എത്ര ചാപ്റ്റേഴ്സ് എടുത്തു? പാർട്ട് 2 3 ചാപ്റ്റേഴ്സ് എങ്ങാണ്ട് എടുത്തില്ലേ? ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് എടുത്തു, ലാംഗ്വേജ് ഡെവലപ്മെന്റ് എടുത്തു, നീഡ് എടുത്തു. ഓക്കെ, 8, 3, 11 ചാപ്റ്റേഴ്സ്. അത് 11 ചാപ്റ്റേഴ്സ് എന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കേട്ടോ. മാക്സിമം എന്റെ മോക്ക് ടെസ്റ്റുകളൊക്കെ റെഫർ ചെയ്യാം. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇടും, അത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഏതൊക്കെ ചാപ്റ്റേഴ്സ്. മൂവ്മെന്റ്സും എടുത്തു. ഇല്ല, മൂവ്മെന്റ്സ് നോർമലൈസേഷൻ ഡീവിയേഷൻ ഒക്കെ അത് സെക്കൻഡ് ടേം ആണ്. പാർട്ട് 3 കാരണം എനിക്ക് സെക്കൻഡ് പാർട്ടിന്റെ ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നില്ല. ടെസ്റ്റിന്റെ പോർഷൻസ് ലാഗ് ആയിട്ട് ഞാൻ എടുത്താണ്. എനിക്ക് എക്സാം എല്ലാം കണ്ടക്ട് ചെയ്യണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എക്സ്ട്രാ പോർഷൻസ് എടുത്താണ്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ആ ഒരു സെഷൻ വരുമ്പോ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കത് ഒന്നുകൂടെ റെഫർ ചെയ്തിട്ട് പോവാം കേട്ടോ. ഓക്കെ, ഇപ്പോ നിങ്ങൾക്ക് മോൺസോറി പാർട്ട് 4 എത്ര ചാപ്റ്റേഴ്സ് കംപ്ലീറ്റ് ആയെന്ന് അറിയോ? 4 സ്കൂൾ മാനേജ്മെന്റും ഓഫീസ് മാനേജ്മെന്റും മാത്രം തീർന്നിട്ടുള്ളൂ. സ്പീഡിൽ വേഗം പോകും. കമ്മ്യൂണിക്കേഷൻ ആണ് പിന്നെ ടഫ് ആയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോ താങ്ക് യു ഓൾ. നിങ്ങൾ പറഞ്ഞത് ഞാൻ ഡിസ്കഷനോട് ചോദിക്കട്ടെ. താങ്ക് യു ഓൾ. താങ്ക് യു മിസ്.
താങ്ക് യു മാം.